മുസ്ലിമാണ്. എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? പലപ്പോഴും പലവരും ഞാനൊരു കാര്യം പറയാണ്, ഒരു റിലേറ്റീവ് കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ്. പുള്ളി പള്ളി പോകത്തില്ല, നിസ്കരിക്കത്തില്ല, ഓതത്തില്ല. അപ്പം പുള്ളി പറയുന്നത് പെൺകുട്ടികൾ പഠിക്കണ്ട, കല്യാണം കഴിച്ചോ. ആരാടിയാ പറഞ്ഞേ? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഞാൻ പറഞ്ഞേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്കിനി PG എടുക്കണം. പറഞ്ഞേ കല്യാണം കഴിഞ്ഞിട്ടാണ് PG എടുക്കാലോ. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചെടുക്കാനേ പറ്റത്തുള്ളൂ, PG എടുക്കാൻ പറ്റത്തില്ല. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയാണ് ഓക്കെ പഠിക്കുന്നതിന് കുഴപ്പമില്ല, വിശ്വാസം വേണോന്ന് പറഞ്ഞു. ആദ്യം ഈ ചോദ്യത്തിനൊക്കെ മുമ്പ് ഇതൊക്കെ പറയാൻ താൻ ആരുവാ എന്നൊക്കെ ചോദിച്ചുകൂടായിരുന്നു. ചോദിച്ച എന്നെ വീട്ടിൽ നിർത്തത്തില്ല. അതോ ഞാൻ നിസ്കരിക്കാറുണ്ട്, ഓതും. അപ്പം ഇവരെന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്കണായിട്ട് അവർ കണ്ടേക്കുവാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം എനിക്ക് ഹിജാബ് ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. തമാശ പറയില്ലേ കുബാജി? ഞാൻ നിസ്കരിക്കാറുണ്ട്, ഓതാറുണ്ട്. ഒരിക്കലും ഒരു 2-3 മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ പോകുന്ന വിശ്വാസമാണെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? കാരണം ഒരിക്കലും വിശ്വാസം എന്ന് പറയുന്ന ഒരാൾ പുറമേ കാണിക്കുന്ന ഒരു കാര്യമല്ല, മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ്. നമ്മളും ദൈവവും തമ്മിൽ വേണ്ട ഒരു കാര്യമാണ്. ദൈവം അല്ലെങ്കിൽ ആ ഒരു ശക്തി അല്ല, അതിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ഒരിക്കലും മുടി 2-3 മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ് പോകുന്ന വിശ്വാസം ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇവിടെ ആരാ മര്യാദകളടിച്ചെന്ന് അറിയാലോ, എന്നിട്ട് എന്നോട് മര്യാദ കാണിക്കാൻ പറ്റും. ഇസ്ലാമികപരമായിട്ട് പലവരും സ്ത്രീകൾ അടിച്ചമർത്താനായിട്ടുള്ള ഒരു ഐക്കണായിട്ട് മാത്രമാണ് ഇസ്ലാമികപരമായിട്ട് കുറെ അത് പറഞ്ഞപ്പോ എന്തായിരുന്നു കയ്യിൽ ആളുകളും